എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനലിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഈ ഒരു അടുത്ത് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഒരു ടീം മറ്റൊരു ടീമിനെതിരെ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഇത്രയധികം ഡോമിനൻസ് കാണിക്കുന്ന ഒരു ഫൈനൽ നമ്മൾ ഈ ഒരു അടുത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അത്രയും മികച്ചൊരു ഫൈനലായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഇന്ററിനെ സംബന്ധിച്ചിടത്തോളം അത്രയും അതപ്പതിച്ചൊരു മാച്ചായിരുന്നു ഈ ഒരു കഴിഞ്ഞ ദിവസം PSG-ക്കെതിരെ നടന്നിട്ടുണ്ടായിരുന്നത്. PSG ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡോമിനൻസ് ആയിരുന്നു. ഒരു ഗോൾ പോലും ക്ലീൻ ഷീറ്റോട് കൂടിയാണ്, അതായത് 5-0. അതാണ് ഒരു ഫൈനൽ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലത്തെ ഒരു സ്കോർ ലൈൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഡെക്കേഡിൽ അങ്ങനത്തെ ഒരു സ്കോർ ലൈൻ ഒരു ടീമിനെതിരെ ചാമ്പ്യൻസ് ലീഗിന്റെ ഹിസ്റ്ററി തന്നെ 5-0 ഒക്കെ ഒരു ടീം മറ്റൊരു ടീമിനെതിരെ ഫൈനലിൽ ജയിച്ചിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഡോമിനൻസ് അതിന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കംപ്ലീറ്റ്ലി ക്ലീൻ ഷീറ്റോട് കൂടി വിജയിച്ചിട്ടുണ്ടോയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചാമ്പ്യൻസ് ലീഗ്, ഫസ്റ്റ് ചാമ്പ്യൻസ് ലീഗാണ് ഈ ഒരു PSG-നെ സംബന്ധിച്ചിടത്തോളം. അത് ഇത്രയും ഡോമിനൻസോട് കൂടി വിജയിച്ചാൽ കഴിഞ്ഞത് അവരുടെ ഒരു ഇതാണ്. അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ അവരിപ്പോൾ ട്രബിളും കംപ്ലീറ്റ് ചെയ്തേക്കാണ്. അതുകൂടാതെ കുറേ ഇത് പറഞ്ഞൊരു സംഭവമായിരുന്നു കഴിഞ്ഞ മത്സരം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു മത്സരത്തിൻ്റെ കംപ്ലീറ്റ്ലി ഒന്ന് ഓടിച്ചു വരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ 5 ഗോളുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് ഹക്കീമിയാണ്. അങ്ങനെ ഹക്കീമി തൻ്റെ പഴയ ക്ലബിനെതിരെ അധികം സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡോവ് ആണ് ഈ ഒരു മത്സരത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു യങ് പ്ലെയർ ആണ്. ഈ ഒരു ഗോൾഡൻ ബോയ് പുരസ്കാരത്തിന് ലാമിൻ യമാൽ ഫേവറേറ്റ്സ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഇത്രയും നല്ലൊരു പ്രകടനം ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഈ ഒരു പ്ലെയർ 19 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു പ്ലെയർ കാഴ്ചവെച്ചിട്ടത്. അതായത് 2 ഗോളുകളും 1 അസിസ്റ്റും നേടാൻ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ മൂപ്പർക്ക് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. നമുക്കറിയാം ഈ ഒരു സീസണിലുടനീളം ഈ ഒരു ഡോ എന്ന് പറയുന്ന പ്ലെയർ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഒരു നെയ്മർ മോഡലാണ്. ആ ഒരു കളിത്തെ ഗോളൊക്കെ കണ്ടാൽ നമുക്ക് 2015 നെയ്മറിൻ്റെ ഒരു ഗോളുണ്ട്. ആ ഒരു ഗോളൊക്കെ റിമെമ്പർ ചെയ്യും. അത്രയും നല്ലൊരു പെർഫോമൻസ് ആണ്, അത്രയും നല്ലൊരു കളിയാണ് മൂപ്പര് ഈ ഒരു ഫൈനൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഇതെന്ന് പറയുന്നത്, ഏകദേശം 12ാമത്തെ മിനിറ്റോട് കൂടി ഫസ്റ്റ് ഗോൾ വന്നിട്ടുണ്ട്. ഈ ഒരു 30-32 ഒരു 35 മിനിറ്റ് ഒക്കെ ആകുമ്പോഴാണ് മര്യാദക്ക് ഇന്റർ മിലാൻ ഒരു അറ്റംപ്റ്റ് വരുന്നത്. അപ്പോഴാണ് ഡൊണാറുമക്ക് ഒരു പരീക്ഷണം വരുന്നത്. അത്രയും റിസ്കി ആയിട്ടായിരുന്നു ഈ ഒരു ഇന്റർ മിലാൻ്റെ ആ ഇത്. ഈ ഒരു PSG-ന്റെ അറ്റാക്കിന് മുന്നിൽ ഇന്റർ മിലാൻ അത്രയും ഗതികെട്ടുപോയി. ആ ഒരു ഇന്റർ മിലാൻ്റെ ഡിഫൻസൊക്കെ എത്രത്തോളം കെൽപ്പുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നല്ല ഡിഫെൻസീവ് ടീമാണ് ഇൻസാഗിൻ്റെ ഒരു ടീം. പക്ഷേ അത്രയും മികച്ചൊരു ഡിഫെൻസീവ് ടീമിനെതിരെ ഇത്ര നല്ല രീതിയിൽ ഒരു സ്കോർ ലൈനിൽ വിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു PSG-ന്റെ ആ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ലീഗ് വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 30-32 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു ചാമ്പ്യൻസ് ലീഗ് അവരുടെ ഒരു ലീഗിന് കിട്ടുന്നത്. അത്ര ഇതില്ലായിരുന്നു. നമ്മൾ ഈ ഒരു ലൂയിസ് എൻറിക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗലാക്ടിക്കോസ്, PSG-യിലെ ഗലാക്ടിക്കോസ് നമുക്ക് അറിയാലോ. റാമോസ് വന്നു, ഹക്കീമിനെ ആ ഒരു ഇതിലാണ് കൊണ്ടുവന്നത്. ന്യൂനോ മെൻഡസിനെ ആ ടൈമിലാണ് കൊണ്ടുവന്നത്. ഈ ഒരു ഹക്കീമി ന്യൂനോ മെൻഡസും സംഭവം അടിപൊളിയായി കൊണ്ട് തന്നെ PSG-ക്ക് വർക്കായി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു കിരീട നേട്ടത്തിൽ അത് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണാൻ കഴിയും. കാരണം അത്രയും മികച്ച 2 വിങ്ങേഴ്സാണ് ഇവർ രണ്ടുപേരും. ഇത് റാമോസ് അതുപോലെ തന്നെ നെയ്മറിനെ ഒക്കെ അതിന് മുന്നേ കൊണ്ടുവന്നത്. പിന്നെ PSG ഒരു എംബാപ്പനെ സൈൻ ചെയ്തു. അതുപോലെ തന്നെ മെസ്സിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഗലാക്ടിക്കോസിനൊന്നും നേടാൻ കഴിയാത്തത് ലാസ്റ്റ് ഗലാക്ടിക്കോ പ്ലെയർ എന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ പറ്റുന്ന ഒരു എംബാപ്പെ കഴിഞ്ഞ സീസണോട് കൂടി PSG പോയപ്പോൾ ഫ്രീ ഏജൻ്റായി പോയപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് PSG ഏകദേശം തീരുമാനമായിരുന്നതാണ്. പക്ഷെ അവിടെ നെക്സ്റ്റ് സീസണിൽ വന്നുകൊണ്ട് തന്നെ ഒരിക്കലും നേടാൻ പറ്റൂല എന്ന് പറയുന്ന കിരീടം ഉയർത്തി കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ PSG. അപ്പോൾ നല്ലൊരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇങ്ങനത്തെ ഒരു സ്കോർ ലൈന് നമുക്ക് ഇനി കാണാൻ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് തോന്നുന്നത് ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഇങ്ങനെ ഡോമിനൻസ് കാണിക്കുന്ന ടീമിനെ ഇനി കാണുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20-25 അല്ലെങ്കിൽ 30-35 വർഷം കഴിയേണ്ടി വരും. അപ്പോൾ അതെനിക്ക് ഞാൻ എന്തായാലും ഉറപ്പ് തരികയാണ്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് PSG ഈ ഒരു ഗ്രൂപ്പ് ടേബിളിൽ 15ാം സ്ഥാനത്ത് മാത്രമാണ്. ഇവിടെ 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത്, 3ാം സ്ഥാനത്ത്. ഇവിടെ ഈ ഒരു ഇന്റർ നിൽക്കുന്നത് 4ാം സ്ഥാനത്താണ്. 4ാം സ്ഥാനത്തുള്ള ടീമിനെ 5 ഗോളിന് പരാജയപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഇത് വന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ എടുത്തു പറയുന്ന സംഭവം എന്ന് പറയുമോ, ആ ഒരു സീസൺ തുടങ്ങുന്ന ടൈമിൽ നല്ല രീതിയിൽ കുതിച്ചു പോയിട്ട് കാര്യമില്ല. ആ ഒരു ഫോം കൺസിസ്റ്റൻ്റ് ആയിക്കാണ്ട്, ഒരു ചെറിയ ഫോമാണെന്നില്ല, കൺസിസ്റ്റൻ്റ് ആയി കൊണ്ടുപോകാൻ കഴിഞ്ഞാലേ ഇവിടെ എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാതെ ആദ്യത്തെ ഹാഫ് കാണുമ്പോൾ തന്നെ, ഗ്രൂപ്പ് സ്റ്റേജ് കാണുമ്പോൾ തന്നെ അളക്കാൻ നിൽക്കരുത്. അതായത് ഇതൊരു കപ്പ് ടൂർണമെൻ്റ് ആണ്, ഇതൊരു ലീഗ് ടൂർണമെൻ്റ് അല്ല. ആ ഒരു ലീഗ് ടൂർണമെൻ്റ് ആക്കാൻ ശ്രമിച്ചത്
ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരു മണ്ടത്തരാണ്, അത് ആ ഒരു സൂപ്പർ ലീഗിനെ വട്ടാലൊരു ശ്രമമായിരുന്നു. അത് ആ മൂഞ്ചമായിരിക്കാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലാതെ മെച്ചം പഴയ ഫോർമാറ്റ് ആയിരുന്നു എന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്കും അതിൽ ഓരോ ഒപ്പീനിയൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.